നമസ്കാരം, മീഡിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം. സൈന്യത്തെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നതിന് എതിരെ 150-ലധികം മുൻ സൈനികർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നു. സൈന്യത്തിന്റെ പേരിൽ വോട്ട് ചോദിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചട്ടലംഘനം നടത്തിയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തിയതിന് അനുബന്ധമായാണ് ഇത്. കര, വായു, നാവികസേനാ മേധാവികളടക്കമുള്ള സൈനികരാണ് തങ്ങളുടെ ലാഭത്തിനു വേണ്ടി സൈന്യത്തെ ദുരുപയോഗപ്പെടുത്തുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ഏറെ വിവാദമായ യോഗിയുടെ മോദിജി കി സേന പ്രയോഗത്തിനെതിരെയും കത്തിൽ പരാമർശമുണ്ട്. ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഊന്നി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ സേന രാജ്യം മുഴുവൻ വിശ്വാസമർപ്പിച്ച ഒന്നാണെന്ന് പറഞ്ഞു തുടങ്ങുന്ന കത്തിൽ ഈയിടെയായി നടന്നുകൊണ്ടിരിക്കുന്ന അപകടകരവും ഏറെ അസ്വസ്ഥതപ്പെടുത്തുന്നതുമായ ചില കാര്യങ്ങളിലേക്ക് തങ്ങൾ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് എന്ന് സൈനികർ പറയുന്നു. അതിർത്തി കടന്നുള്ള സൈനിക നടപടികളെ തങ്ങളുടെ പ്രസംഗങ്ങളിൽ സ്വന്തം നേട്ടമായി എടുത്തു കാണിക്കുകയാണ് ചില രാഷ്ട്രീയ നേതാക്കൾ. ഇത് തികച്ചും അപലപനീയമാണ്. ചിലർ എല്ലാ സീമകളും ലംഘിച്ച് സൈന്യത്തെ മോദിജി കി സേന എന്ന് വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. ഇതുപോലെ അസ്വസ്ഥതയുളവാക്കുന്ന മറ്റൊന്നാണ് രാഷ്ട്രീയ പരിപാടികളിൽ നേതാക്കൾ സൈനിക യൂണിഫോം ഇട്ട് പ്രത്യക്ഷപ്പെടുന്നതും വിംഗ് കമാൻഡർ അഭിനന്ദ് വർദ്ധമാന്റേതടക്കമുള്ള സൈനികരുടെ ചിത്രങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ പ്രത്യക്ഷപ്പെടുന്നതും. ഇത് തടയപ്പെടേണ്ടതാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അടക്കമുള്ള ഇത്തരം നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുകയും താക്കീത് നൽകുകയും ചെയ്തിട്ടും ഈ ദുഷ്പ്രവണതകൾ കൂടി വരുന്നതേയുള്ളൂ. ഇത് സൈന്യത്തിന്റെ ഒന്നാകെ ധാർമ്മികതയും പോരാട്ട വീര്യത്തെയും പ്രതികൂലമായി ബാധിക്കുകയും അതുവഴി ദേശീയ സുരക്ഷയും ദേശീയോദ്ഗ്രഥനവും നേരിട്ട് ബാധിക്കപ്പെടുകയും ചെയ്യും. അതിനാൽ ഇത്തരക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സൈനികർ ഈ കത്ത് അവസാനിപ്പിക്കുന്നത്. മിലിറ്ററി നിയമത്തിന് കീഴിൽ വരുന്നവരായതുകൊണ്ട് ഇപ്പോൾ സർവീസിലുള്ള സൈനികർക്ക് ഇക്കാര്യത്തിൽ തങ്ങളുടെ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാനാവില്ലെന്നും അവർക്ക് വേണ്ടി കൂടിയാണ് തങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് എന്നും കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. 3 മുൻ കരസേനാ മേധാവികളും 4 മുൻ നാവികസേനാ മേധാവികളും 1 മുൻ വ്യോമസേനാ മേധാവിയും കത്തിൽ ഒപ്പുവെച്ചവരിൽ പെടുന്നു. സൈന്യം എത്രത്തോളം ഗംഭീരമായിട്ടാണ് ഈ വിഷയത്തെ കാണുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും മോദിക്കും സൈന്യത്തെ ദുരുപയോഗപ്പെടുത്തുന്ന മറ്റനേകം BJP നേതാക്കൾക്കും വലിയൊരു തിരിച്ചടിയായിരിക്കുകയാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ ഈ കടുത്ത വിമർശനങ്ങൾ. സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയുടെ അഖണ്ഡതയെയും സൈന്യം പോലെ ഒരു പ്രസ്ഥാനത്തെയും വീണ്ടും വീണ്ടും ദുരുപയോഗിക്കുന്നത് അവരെ അപമാനിക്കുന്നതിന് തന്നെ തുല്യമാണെന്ന് ഇനിയെങ്കിലും മോദിയും കൂട്ടരും മനസ്സിലാക്കിയാൽ നന്ന്.